Hello everyone, welcome to the class once again. Here we are with the last module, with the last chapter, Stylistics and the Media. Okay, just think about this chapter. This chapter can be considered as a summarizing of all the things that we discussed in the previous chapters and all that. Okay, we had started with print media, we moved on to electronic media such as radio, television, films and all that, and moved on to the digital media where we had seen all the electronic version of the printed things, e-magazines, e-journals, email, blurbs, etc. And the last one was advertising, different kinds of advertising used and all that. Okay. അപ്പോൾ ഇത്രയും മീഡിയാസിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ വി ഹാഡ് സീൻ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റൈറ്റിംഗ് ഇൻ ഇറ്റ് ആൻഡ് advantages and disadvantages of it. While we discussed the print advertising through newspaper and magazines and all that, we had seen that it has got more durability than the other online advertisements because in television and in radio it's a kind of it has got a transient life, ഒരു ഫ്ലീറ്റിംഗ് ആണ്, പെട്ടെന്ന് കടന്നു പോകുന്നതാണ്. ന്യൂസും അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടത്. പ്രിൻറ്റഡ് ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി ഉണ്ട്, കുറച്ചും കൂടെ ഫിക്സഡ് ആയിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്ത് നിൽക്കുന്നു. അതേസമയം ബ്രേക്കിംഗ് ന്യൂസ് നമ്മൾ റേഡിയോയിലോ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെയോ വെബിലൂടെയോ ഒക്കെ കാണുന്നതാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നു, അതിൻ്റെ ലൈഫ് വളരെ ഷോർട്ടായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതിലെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഒരു കമ്പാരിസൺ പോലെ ആയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത്. സോ ഡെഫിനറ്റ്ലി ഫ്രം ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് വിൽ ഗെറ്റ് ടു നോ ദാറ്റ് ദ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് അഡോപ്റ്റഡ് ബൈ ആൻഡ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദി സ്റ്റൈൽസ് അഡോപ്റ്റഡ് ബൈ മീഡിയ, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കടന്നു പോകാൻ പോകുന്നത്. Mass communication affects readers on a daily basis in the form of print, broadcast and electronic media. While all these types of mass communication share much in common, they have their own character. ഡെഫിനറ്റ്ലി എല്ലാവരും മനുഷ്യരാണെങ്കിൽ പോലും ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവമായിരിക്കും അല്ലേ, ഡിഫറെൻറ്റ് ക്യാരക്ടർ, നേച്ചർ എല്ലാം ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് മീഡിയ എല്ലാം ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്, ഇറ്റ്സ് കമ്മ്യൂണിക്കേറ്റിംഗ് സംതിങ് ടു അസ്, ബട്ട് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ഗോട്ട് ദെയർ ഓൺ മാനർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, their own style, their own particular language in it, isn't it? പ്രിൻറ്റിൽ കൊടുക്കുന്ന അതേ ലാംഗ്വേജ് ഫോമാറ്റിലും അതേ ലാംഗ്വേജ് സ്ട്രക്ചറും ആയിരിക്കില്ല വെബിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. ബിക്കോസ് വെബ് കുറച്ചും കൂടെ ഈസിയർ ആണ്, ഫ്ലീറ്റിംഗ് ആണ്, അപ്പോൾ അതിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ളതേ കൊടുക്കാൻ പറ്റുള്ളൂ. പ്രിൻ്റ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് ഇച്ചിരി കൂടെ സ്റ്റാൻഡേർഡ് വേർഷനിൽ ഒരുപാട് തവണ എഡിറ്റൊക്കെ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. അതൊക്കെ തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസുകൾ നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ ഹിയർ വി ക്യാൻ സി അറ്റ് ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ കാണുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ആൻഡ് പ്രിൻറ്റ് ജേർണലിസം തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ടേക്ക് റേഡിയോ, ടെലിവിഷൻ ആൻഡ് വെബ് ഓർ ഇൻ്റർനെറ്റ്. Broadcast and print journalism vary in how they influence their respective audiences. In broadcast media, tone of voice, physical build, gender and dress all influence the audience's perceptions of authenticity and accuracy. I think I mentioned about an interview made by a famous television or a news reporter. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മുൻപിരുന്ന ചാനലിലാണെങ്കിൽ ഡെസ്കിൻ്റെ മീതേക്ക് കൈ ഉയർന്ന് വരാൻ പോലും റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ചാനലിൽ കൈയും കാലും ഒക്കെ എടുത്ത് അത്രയധികം ഇൻട്രാക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു ന്യൂസ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈറലായിട്ടുള്ള മറ്റൊരു വീഡിയോയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മധുവിനും എൻ്റെ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീകണ്ഠൻ നായരും അതുപോലെ അരുൺകുമാറും കൂടി ചേർന്ന് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് ആയിരുന്നു അത്. അപ്പോൾ പണ്ട് കാലത്തെ അല്ലെങ്കിൽ കൺവെൻഷണൽ ന്യൂസ് റിപ്പോർട്ടിങ്ങിനെ അപേക്ഷിച്ച് ഇന്നത്തെ ന്യൂസ് റിപ്പോർട്ടിംഗ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അത്രമാത്രം ഇൻട്രാക്റ്റീവായിട്ട് ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു എൻ്റർടൈനിങ് വാല്യൂയോട് കൂടിയിട്ടാണ് ന്യൂസസ് വരുന്നതെന്നുള്ളത് ചിന്തിക്കുക. എന്നാൽ പ്രിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വി കാൺട്ട് ഈവൻ ഐഡൻറ്റിഫൈ ദ ജെൻഡർ ഓഫ് ദ റൈറ്റർ, വെദർ ഇറ്റ് ഇസ് എ ഷീ ഓർ ഹി ഓർ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈവൻ ജെൻഡർ പോലും അവിടെ റിവീൽഡ് ആവുന്നില്ല. ഇൻ കോൺട്രാസ്റ്റ് ന്യൂസ് പേപ്പർ റീഡേഴ്സ് ആർ ഓഫൻ ഒബ്ലീവിയസ് ടു ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റിപ്പോർട്ടർ. Usually, all the readers knows of the reporter comes from the byline and guesses the reporter's sex. Newspaper reporters must rely solely on their writing skills to affect a reader. സോ നമ്മളൊരു ന്യൂസ് റിപ്പോർട്ടർ ഇൻ എ ചാനലാണെങ്കിൽ, ഒരു ബ്രോഡ്കാസ്റ്റ് മീഡിയയിലുള്ള റിപ്പോർട്ടർ ആണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദേ ഹാവ് പെർട്ടിക്കുലർ ഡെക്കോറം ഇൻ ദിയർ അറ്റയേഴ്സ് ആൻഡ് ഓൾ ദാറ്റ്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള യൂണിഫോം ടീം ഒരു ഡെക്കറോ ഒക്കെ അവർ കീപ്പ് ചെയ്യണം, അവരുടെ ഡ്രസ്സിങ്ങിലാണെങ്കിലും ഹെയർ സ്റ്റൈലിലാണെങ്കിലും ഒക്കെ പോലും. എന്നാൽ ന്യൂസ് പേപ്പറിലാണെങ്കിൽ അവരുടെ റൈറ്റിംഗ് കൊണ്ട് മാത്രമേ റീഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഒരു ഇത് അവിടെ നടക്കുന്നില്ല, ഫിസിക്കലായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് അവിടെ
നടക്കുന്നില്ല. ബോഡി ലാംഗ്വേജ് വെച്ചിട്ടോ ക്യാരക്ടറോ ഒന്നും നമുക്ക് റിവീൽഡ് ആവുന്നില്ല. അനദർ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇൻ വിച്ച് ബ്രോഡ്കാസ്റ്റ് ആൻഡ് പ്രിൻറ്റ് മീഡിയ ഡിഫർ is in permanence. Print has posterity while broadcasting is fleeting. As we mentioned, broadcast media എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പെട്ടെന്ന് കടന്നു പോകുന്നതാണ്. പ്രിൻറ്റ് കുറച്ചും കൂടെ ഡോക്യുമെൻറ്റഡ് ആണ്, റെക്കോർഡഡ് ആണ്, അതിന് കുറച്ചും കൂടെ പെർമനൻസ് ഉണ്ടായിരിക്കും. Broadcast and print media also differ in how much the audience can retain and recall. Average newspaper readers retain and recall more information than do average broadcast viewers and listeners. The reason for this is that broadcast media can be switched on but then forgotten. So നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് മീഡിയ ഫ്ലീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് റീകോൾ ചെയ്യാനോ റീറ്റെയിൻ ചെയ്യാനോ ന്യൂസ് ഓർത്തെടുക്കാനോ ഒന്നും എളുപ്പത്തിൽ സാധിക്കുകയില്ല. അത്രമാത്രം രജിസ്റ്റേർഡ് ആവുന്നില്ല, കാരണം അതിൻ്റെ പെർമനൻസ് ഇല്ല എന്നതുകൊണ്ട് തന്നെ. എന്നാൽ അതേസമയം പ്രിൻറ്റ് മീഡിയക്കാണെങ്കിൽ കുറച്ചും കൂടെ ഹയർ ഡിഗ്രി ഓഫ് ഇൻവോൾവ്മെൻറ്റ് ഇസ് നീഡഡ് ഫ്രം ദ പാർട്ട് ഓഫ് ദി ഓഡിയൻസ്. അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർ കുറച്ചും കൂടെ ഇൻട്രാക്ട് ചെയ്യാനായിട്ടും റീറ്റെയിനും റീകോളും ഇൻഫർമേഷൻസ് ഓർത്തെടുക്കാനും സൂക്ഷിച്ചു വെക്കാനൊക്കെ ആയിട്ടുള്ള പോസിബിലിറ്റി പ്രിൻറ്റ് മീഡിയയെ സംബന്ധിച്ച് കൂടുതലാണ് ദാൻ ദി ബ്രോഡ്കാസ്റ്റ് മീഡിയ. ആൻഡ് as we mentioned, it's a small topic, style and structureലേക്ക് നമുക്ക് കടക്കാം. പ്രിൻറ്റ് മീഡിയ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞല്ലോ, റൈറ്റിംഗ് കൊണ്ട് മാത്രമാണ് റീഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ആ റൈറ്റിംഗ് അത്രമാത്രം പെർഫെക്റ്റ് ആയിരിക്കണം. സോ പ്രിൻറ്റ് മീഡിയ എഡിറ്റ്സ് മോർ ദാൻ ബ്രോഡ്കാസ്റ്റ് മീഡിയ. ബ്രോഡ്കാസ്റ്റ് മീഡിയ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഒത്തിരി തെറ്റുകളും കറക്ഷൻസും ഒക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ബ്രേക്കിംഗ് ന്യൂസാണ്, പെട്ടെന്ന് തന്നെ അത് ആളുകളിലേക്ക് എത്തിക്കണം. ഇപ്പം ന്യൂസ് നടന്നിട്ടുണ്ട്, ഇപ്പോൾ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ നടന്നിട്ടുണ്ടെങ്കിൽ അത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. സോ ആ അവതരിപ്പിക്കുന്ന റിപ്പോർട്ടറിൻ്റെ കയ്യിലിരിക്കുന്നു ആ ന്യൂസ് കൺവേ ചെയ്യുന്ന രീതി. അവിടെ പോളിഷ്ഡ് ആവണം എന്നുള്ളത് നമുക്ക് വാദിക്കാൻ പറ്റില്ല. ബിക്കോസ് എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ടാണ് അവിടെ ശ്രമം നടക്കുന്നതെങ്കിൽ ഇൻ പ്രിൻറ്റ് മീഡിയ വി നോ ദാറ്റ് ഒരു ദിവസത്തെ ന്യൂസ് പിറ്റേ ദിവസമാണ് നമ്മിലേക്ക് എത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ടേക്സ് മച്ച് ടൈം. സിൻസ് ഇറ്റ് ടേക്സ് മച്ച് ടൈം, it will be get refined more and more, and print media needs more editing for that reason also. ന്യൂസ് എഡിറ്റ് ഫോർ ക്ലാരിറ്റി, ഫെയർനെസ് ആൻഡ് ആക്യുറസി. കാരണം അവിടെ നമുക്ക് വേറെ പിക്ചേഴ്സ് ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി, പിന്നെ ഇൻഫർമേഷനും മാത്രമേ ഉള്ളൂ, വേറെ അവിടെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള, അത്രയും ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്താൽ മാത്രമേ, അതിൽ പെർഫെക്ഷൻ കൊണ്ടുവന്നാൽ മാത്രമേ ഓഡിയൻസ് വായിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇറ്റ് നീഡ്സ് മോർ എഡിറ്റിംഗ് ദാൻ ദ ബ്രോഡ്കാസ്റ്റ് മീഡിയ. And broadcast media, exactly what is written is often exactly what is aired with little or no editing. Sometimes they will edit it or sometimes not. The extensive editing process in print media allows more time for an elaborate style of language. Conversely, the relative lack of editing in broadcast journalism makes the language short and succinct with a more conversational tone. അപ്പോൾ പ്രിൻറ്റ് മീഡിയയിൽ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ലാംഗ്വേജ് വേർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ കോൺവെർസേഷണൽ ടോണിലുള്ള, സ്പീച്ച് മോഡലുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത്ര പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം എന്നില്ല, ഷോർട്ടായിരിക്കും, സക്കിങ് ടു ദ പോയിൻറ്റ് മാത്രം സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും നടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ എഡിറ്റിംഗ് നടന്നില്ല എന്ന് വരും. നെക്സ്റ്റ് പാരഗ്രാഫ് ഇസ് റിഗാർഡിംഗ് ദ ലെങ്ത് ആൻഡ് പേസ്. അതിൻ്റെ ഡ്യൂറേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദി ആവറേജ് റേഡിയോ ന്യൂസ് സ്റ്റോറി ഈസ് ജസ്റ്റ് 30 seconds ലോങ്. ദ ആവറേജ് ടെലിവിഷൻ ന്യൂസ് സ്റ്റോറി ഈസ് 1 minute and 30 seconds ലോങ്. റീഡ് അറ്റ് എ പേസ് ഓഫ് 180 words per minute. These lengths equal to 90 and 270 words respectively for radio and television news stories. Ultimately, സോ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ ബ്രോഡ്കാസ്റ്റും പ്രിൻറ്റിൻ്റെയും സ്റ്റോറിയുടെ ലെങ്ത്ത് ഡിഫറെൻ്റ് ആണ്. The newspaper journalist has little control over the pace at which the story is read. It is the reader who dictates the pace. Definitely. പ്രിൻറ്റ് മീഡിയയുടെ ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ റീഡറിൻ്റെ കയ്യിലാണ് അത് റീഡ് ചെയ്യുമ്പോഴുള്ള പേസ്, ആ സ്പീഡ് ഇരിക്കുന്നത്, ആ സ്റ്റോറി വായിക്കുന്നതിൻ്റെ പേസ് ഇരിക്കുന്നത്. അതേസമയം ബ്രോഡ്കാസ്റ്റ് മീഡിയയിലാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് റേഡിയോ ന്യൂസ് ഓർ ഇഫ് ഇറ്റ് ഇസ് എ ടെലിവിഷൻ ന്യൂസ്, അത് വായിക്കുന്ന വായനക്കാരുടെ കയ്യിലാണ് അതിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത്. In the print media, the story reading or the news reading is in the control of the reader, whereas in broadcast media it is controlled by the news reporter. In the case of print media, കുറച്ചും കൂടെ കണ്ടൻറ്റ്, അതിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും. അറ്റ് ദ സെയിം ടൈം ഇൻ ദ കേസ് ഓഫ് വെബ് we can see that people or the viewers are much interested in watching the images or videos than the text written there. So the sentences in electronic media must be simple in structure and when compared to printed literature,
and factors such as screen glare, font size and website layout, everything will affect the readability of internet text. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗവും ചിന്തിക്കണം. പ്രിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഷോർട്ട് സെൻറ്റൻസസ് അല്ല യൂസ് ചെയ്യുന്നത്, കുറച്ചും കൂടെ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ലിറ്ററേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊക്കെയാണ് എഴുതുന്നതെങ്കിൽ വെബ്സൈറ്റിൽ കുറച്ചും കൂടെ ഷോർട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. കൂടുതലും പിക്ചേഴ്സും വീഡിയോസും ഒക്കെ ആഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്രൊവിഷൻ അവിടെയുണ്ട്. അറ്റ് ദ സെയിം ടൈം വി ക്യാൻ സീ സെർട്ടൻ ടെക്നിക്കാലിറ്റീസ് ആർ ഓൾസോ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. ഈ സ്ക്രീൻ ഗ്ലെയർ പോലുള്ളത് അല്ലെങ്കിൽ ലേ ഔട്ടൊക്കെ ആൾക്കാർ വായിക്കുന്നതിലുള്ള ഇൻട്രസ്റ്റ് കൂട്ടാനും കുറക്കാനും ഒക്കെ കാരണമായേക്കാം. And next we can see the difference between television and websites or internet. In television we can say that it is a kind of passive medium, because while viewing something in the television it's a kind of relaxation, it is relaxating, whereas web it is an active medium. avada korchum kude users engaged aanu, interaction nadakkunnunde. It means that the two media's contrasting styles require different approaches to entertainment and education. So even broadcast media il thanne televisionum webinum ulla difference ennu parayunnathu onnu korchum കൂടെ ഇൻട്രാക്റ്റീവ് ആണ്. ദ അതർ വൺ ഇസ് എ കൈൻഡ് ഓഫ് പാസീവ് മീഡിയം വിച്ച് ടേക്സ് മച്ച് റിലാക്സേഷൻ ദാൻ ദി അതർ. The differences while writing for print and web may not seem very distinct, but to achieve optimal results each requires a distinct content style. So definitely പ്രിൻറ്റും വെബും തമ്മിൽ എഴുതുന്നതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ് റൈറ്റിംഗ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വെബ് റൈറ്റിംഗ് കുറച്ച് മുന്നേ കണ്ടു കഴിഞ്ഞതാണ്. ആക്റ്റീവ് വോയിസിൽ യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു കോൺവെർസേഷണൽ ടോൺ അതിലുണ്ടായിരിക്കണം, ഷോർട്ട് സെൻറ്റൻസസ് ആയിരിക്കണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു. അപ്പോൾ സോ വെബ് റൈറ്റിംഗ് ഇസ് ക്വയറ്റ് റാദർ ഡിഫറെൻറ്റ് ഫ്രം ദ പ്രിൻറ്റ് റൈറ്റിംഗ്. അത് കീപ്പ് ഇൻ മൈൻഡ്, അത് ഓർത്തിട്ട് വേണം നമ്മൾ രണ്ടിലും എഴുതാനായിട്ട്. സോ ദ സ്റ്റൈൽ ഓഫ് ബോത്ത് ദീസ് പ്രിൻറ്റ് ആൻഡ് ദ ബ്രോഡ്കാസ്റ്റ് മീഡിയ ഓർ പ്രിൻറ്റ് ആൻഡ് ദ വെബ് ഇറ്റ് ഇസ് ഡിഫറെൻറ്റ് എന്നാണ് ഇവിടെ വീണ്ടും പറഞ്ഞു വയ്ക്കുന്നത്. വെൻ റൈറ്റിംഗ് ഫോർ ദ വെബ് മേക്സ് ഷുവർ ദാറ്റ് ദ ഫസ്റ്റ് 3 words have information carrying content. Definitely we must include some key words while writing for the web, because web എന്ന് പറയുന്നത് കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുള്ളൊരു സ്പേസ് ആണ്. സോ ഈ ആക്റ്റീവായിട്ടുള്ള സ്പേസിൽ കീവേഡ്സ് കൊടുത്താൽ മാത്രമേ ഒരു സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ അവിടെ നടക്കത്തുള്ളൂ. സെർച്ച് ചെയ്യുമ്പോൾ ആ കീവേഡ്സ് ആദ്യത്തെ സെർച്ചിൻ്റെ കൂട്ടത്തിൽ വരണമെങ്കിൽ നമ്മൾ ഈ ഒരു മാറ്റർ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഗൂഗിൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സെർച്ച് എൻജിൻ എന്ത് ചെയ്യും, ആ വേർഡ് വരുന്ന എല്ലാ മാറ്ററും കളക്ട് ചെയ്തിട്ടാണ് നമ്മിലേക്ക് കൊണ്ടുവരുന്നത്, സെർച്ച് ചെയ്തിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. സോ കീവേഡ്സ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു സെർച്ച് ഹെൽപ്ഫുള്ളായിട്ട് മാറും. അതുപോലെ തന്നെ ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ ആ ഒരു മാറ്റർ പ്രൊമിനൻ്റ് ആയിട്ട് വരികയും ചെയ്യും. So add keywords. Next is regarding the comprehensibility. We can say that the web news or the web content has got more comprehensive coverage than the print content. What is the reason? If we have some doubt in it, or some text will be given as hyperlinks. So if we have some doubt regarding that particular term or that ideology or that aspect, we can just go through it. Hyperlink യൂസ് ചെയ്തിട്ട് അത് സെർച്ച് ചെയ്ത് അതിൻ്റെ മീനിങ് കണ്ടെത്തി അത് പൂർണ്ണമായി ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു. പ്രിൻറ്റിൽ അത് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല, ബിക്കോസ് ഹൈപ്പർ ലിങ്കിങ് ആ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് സാധ്യമായെന്ന് വരില്ല. This more detailed approach works online because the content is searchable and you can use hyperlinks to travel from one source of information to another. And next we can see the same aspect is repeatedly given here, that is print publication or newspaper articles is a kind of set in a relaxed manner. It has got a linear content, linear kind of a storytelling approach ആണ് കൂടുതലും ഉണ്ടായിരിക്കുക. കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു അനക്ഡോട്ട്സ് ഒക്കെ വെച്ച് ഇൻഡിവിജ്വൽ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓർ പ്രിൻറ്റ് മീഡിയയിലൂടെ, ദാറ്റ് ഇസ് മാഗസീൻ ഓർ ജേർണൽസ് ന്യൂസ് പേപ്പർ വാട്ട് എവർ ഇറ്റ് ഇസ്, അതിലൂടെ നമുക്ക് വിവരങ്ങൾ എത്തിക്കുന്നു ഓർ കണ്ടൻറ്റ് തരുന്നത്. വറാസ് ഇൻ വെബ് വി ക്യാൻ സീ ദാറ്റ് ഓഫൻ ദ കണ്ടൻറ്റ് വിൽ ഹാവ് എ കൈൻഡ് ഓഫ് സൊല്യൂഷൻ ഹണ്ടിങ് ബിഹേവിയർ. എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ വേണം. അപ്പോൾ കാര്യങ്ങൾ വളരെയധികം ബ്രീഫായിട്ട് ഷോർട്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് വേണം പറയാനായിട്ട്. ഇഫ് വി ആഡ് സം എക്സാമ്പിൾസ് ഓർ ഇൻഡിവിജ്വൽ അനക്ഡോട്ട്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് ടു ഇറ്റ് വിൽ ഫീൽസ് ലൈക്ക് എ കൈൻഡ് ഓഫ് ഫില്ല്, ഒരു ചുമ്മാ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റർ നിറച്ച പോലത്തെ ഒരു ഫീലിംഗ് ആവും അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇറ്റ് സ്ലോസ് ഡൗൺ യൂസേഴ്സ് ആൻഡ് സ്റ്റാൻഡ്സ് ഇൻ ദ വേ ഓഫ് ദിയർ ഗെറ്റിംഗ് ടു ദ പോയിൻറ്റ്.
So whatever it may be in web, we have to take that into account. That is, everything must be more specific and focused, very short and brief ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. Web content must be brief and get to the point quickly because users are likely to be on a specific mission. In many cases, they have pulled up the page through search. Web users want actionable content instead of a predefined narrative. Websites must support the user's personal story by condensing and combining vast stories of information into something that specifically meets the user's immediate needs. So definitely when we search something in the web, what we are searching is just the answer to the point, answer to what we are searching. So ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എയിം അവിടെ ഉണ്ട്. ഒരുപാട് സെർച്ച് ചെയ്ത് ഒരുപാട് റീഡ് ചെയ്ത് ഒരു റിസർച്ച് രീതിയിലാവില്ല വെബിൽ എപ്പോഴും കണ്ടൻറ്റ് സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും, ആക്ഷനബിൾ കണ്ടൻറ്റ് ആയിരിക്കും ഒരു വെബിൽ ഒരു യൂസർ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക, സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇമ്മീഡിയറ്റ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലായിരിക്കണം കണ്ടൻറ്റ് കൊടുക്കേണ്ടത്. ദസ് ഇൻസ്റ്റെഡ് ഓഫ് ആൻ ഓത്തർ ഡ്രിവൺ നെറേറ്റീവ്, web contents becomes a user driven narrative. Hope you could be able to recall the points we discussed when we learned about web writing and all that. Web writing il prathega eduthu parayunnundu, reader or the audience must be given prime importance. എപ്പോഴും വായിക്കുന്ന ആൾക്കായിരിക്കണം അല്ലെങ്കിൽ ആ ഒരു യൂസർക്കായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രിൻറ്റ് മീഡിയയിലാണെങ്കിൽ കുറച്ചും കൂടി ഒരു റൈറ്റർ പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ വെബിൽ ഫ്ലീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ, അത് ട്രാൻസിൻ്റ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഏറ്റവും എളുപ്പത്തിൽ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള ഓർ നമ്പർ ഓഫ് ചോയ്സസ് വിൽ ബി ദ, അല്ലേ? എത്ര മാറ്റർ വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പിടിച്ചിരുത്തുക, അവരെ അറ്റൻഷൻ ഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് റിസ്കി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ ഇറ്റ് മസ്റ്റ് ബി എ കൈൻഡ് ഓഫ് യൂസർ ഡ്രിവൻ നെറേറ്റീവായിട്ട് വേണം അവിടെ മാറ്റർ കൊടുക്കാനായിട്ട്. പ്രിൻസ് നെറേറ്റീവ് എക്സ്പോസിഷൻ കോൾസ് ഫോർ വെൽ ക്രാഫ്റ്റഡ് കംപ്ലീറ്റ് സെൻറ്റൻസസ്. ഓൺലൈൻ ഇറ്റ് ഇസ് ലെസ് സോ. Fragments often let you pull information carrying keywords to the front while also reducing the word count. Web users read only 80% of added verbiage and cutting words is well worth the trouble. So എപ്പോഴും മാറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഓർ നറേറ്റീവ് ആണ് എവിടെ നമ്മൾ കൊടുക്കുന്നത്, പ്രിൻറ്റിൽ കൊടുക്കുന്നത്, കംപ്ലീറ്റ് സെൻറ്റൻസസ് ആണ് കൊടുക്കുന്നത്. അതേസമയം വെബിലാകുമ്പോഴത്തേക്കും അത്രമാത്രം വേർഡ് കൗണ്ട് ആഡ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ വേർഡ് കൗണ്ട് നടത്തിയിട്ട് വേണം മാക്സിമം എത്രമാത്രം കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും കണ്ടൻറ്റ്സ് റെഡ്യൂസ് ചെയ്തിട്ട് വേണം ഓൺലൈനിൽ എപ്പോഴും മാറ്റർ കൊടുക്കാനായിട്ട്. And in the last paragraph we can see that in linear media such as print and TV. അപ്പോൾ ലീനിയർ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പ്രിൻറ്റും വരുന്നുണ്ട്, ബ്രോഡ്കാസ്റ്റ് മീഡിയ ആയിട്ടുള്ള ടി വിയും വരുന്നുണ്ട്. ഇത് രണ്ടും വെബുമായിട്ടുള്ളൊരു ഡിഫറൻസാണ് ഈ പറയുന്ന ലാസ്റ്റ് ഭാഗത്ത് 2-3 സ്ഥലങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തുടക്കത്തിൽ വി ഹാഡ് സീൻ ദാറ്റ് കമ്പാരിസൺ ഇസ് മെയ്ഡ് ബിറ്റ്വീൻ comparison is made between print and broadcast media. When we progressed, we can see that the comparison is made between linear media and the web content and all that, web internet. So ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ in linear media the opportunity is given to the writer and people expect you to construct their experience for them, whereas in online media or in web people are ruthless in pursuing their own interests and in rejecting whatever the site is trying to force on them. അവിടെ റീഡറാണ് കൺട്രോൾ കംപ്ലീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. പ്രിൻറ്റ് മീഡിയയിലൂടെ നമുക്ക് പറ്റുന്ന, നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന വാർത്തകൾ ഉണ്ടെങ്കിൽ പോലും കുറച്ചും കൂടെ കൺട്രോൾ ആർക്കാണുള്ളത്? ഈ പറയുന്ന ലീനിയർ മീഡിയ, പ്രിൻറ്റ് ഓർ TV ആ മീഡിയകൾക്കാണുള്ളതെങ്കിൽ ഓൺലൈനിലേക്ക് വരുമ്പോഴത്തേക്കും the complete control is over the reader or the viewer or the user. So they can be a bit ruthless in getting their own interested matters and stories from it. Okay, so this is all about the stylistics and the media. Basically, this chapter discusses about the different style adopted by different media, print, broadcast and web. So എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി അവരവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേസിക് ആയിട്ടുള്ള ഡിഫറൻസുകൾ ഓർത്ത് വയ്ക്കുക. കുറേയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചാപ്റ്റേഴ്സിലുള്ളതിൻ്റെ ഒരു സമ്മറി എന്നോണം തന്നെയാണ് ഈ ചാപ്റ്ററിലും കൊടുത്തിട്ടുള്ളത്. സോ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ഈവൻ ദോ ഓൾ ദീസ് മീഡിയ ആർ ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് വിത്ത് us, it is communicating in its own manner and style. So style is different for each kind of media. Radio is called as the theatre of mind, and television it will take visual and audio effects into it, and web it is an interactive or an active medium, and print it has got more durability and posterity. So ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ
നമ്മിലേക്ക് ഈ പറയുന്ന ന്യൂസും കമ്മ്യൂണിക്കേഷനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ കണ്ടത്. സോ ദബൈ വി വൈൻഡ് അപ്പ് ദ മീഡിയ ടോപ്പിക്സ് ബൈ ദ ഡേ. ഗോ ത്രൂ ദ ചാപ്റ്റർ, ആസ്ക് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്. താങ്ക് യു. All of you take care. Be safe. Bye-bye.